പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്തേ. നാളെയാണ് കർക്കിടക വാവുബലി നമ്മൾ ആചരിക്കുന്നത്. ഭാരതത്തിലെമ്പാടും ഒട്ടുമിക്ക പുണ്യക്ഷേത്രങ്ങളിലും ഭാരതപ്പുഴയുടെ തീരത്തും ആലുവ മണപ്പുറത്തും ശിവഗിരിയിലും വർക്കലയിലും കടൽ തീരങ്ങളിലുമെല്ലാം പിതൃക്കൾക്ക് നമ്മൾ ബലിപൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്യുന്ന ദിവസമാണ് നാളെ. തലേന്ന് ഒരിക്കലെടുത്ത് വ്രത അനുഷ്ഠാനത്തോടുകൂടി നമ്മൾ ഈ ഒരു പുണ്യകർമ്മം നമ്മളുടെ കുടുംബത്തിൽ മരിച്ചുപോയവർക്കെല്ലാവർക്കും വേണ്ടി യഥാസമയം ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ആർക്കെങ്കിലും നമ്മളുടെ ബന്ധുക്കൾക്ക് ചെയ്യുവാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ നാളെ ഒരു ദിവസത്തെ ബലി കൊണ്ട് നമ്മൾക്ക് ആ ദോഷങ്ങളെല്ലാം അകന്ന് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുവാൻ കഴിയുന്നതാണ്. ആലപ്പുഴ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും ഒരുങ്ങിക്കഴിഞ്ഞു. പിതൃമോക്ഷദായകനായ കണ്ണൻ്റെ നടയിൽ കുളിച്ച് ബലിതർപ്പണങ്ങൾ നടത്തുവാൻ ജനലക്ഷങ്ങൾ ഇവിടെയും നാളത്തെ ഒരു ദിവസം എത്തിച്ചേരുന്നതാണ്. എല്ലാവിധ വഴിപാടുകളും അതിനുള്ള സൗകര്യങ്ങളും ഇവിടെ ദേവസ്വം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിലഹോമം, അനാഥമന്ത്ര പുഷ്പാഞ്ജലി, ചാവൂട്ട്, ഒറ്റ നമസ്കാരം തുടങ്ങി നമ്മുടെ പിതൃക്കൾക്കായുള്ള എല്ലാ മോക്ഷ സാധ്യ കർമ്മങ്ങളും ഇവിടെ നമുക്ക് ചെയ്യാവുന്നതാണ്. മരിച്ചുപോയ ആത്മാക്കൾ വിഷ്ണുപദത്തെങ്കിൽ അർപ്പിച്ച് നമ്മൾ ചെയ്യുന്ന നാളത്തെ ഒരു ദിവസത്തെ കർമ്മം നമ്മളുടെ കുടുംബത്തിലെ എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും നീക്കി നമ്മളുടെ വരും തലമുറയ്ക്ക് നമ്മളുടെ കുഞ്ഞുങ്ങൾക്കുമൊക്കെ ജീവിതത്തിൽ ഐശ്വര്യവും നന്മയും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകുവാൻ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുവാനാണ് നമ്മൾ ഈ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നത്. സുകൃതഹോമം എന്ന് പറഞ്ഞ വഴിപാടും തിലഹോമം എന്ന വഴിപാടും അതിശ്രേഷ്ഠമായ ഒരു വഴിപാട് തന്നെയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ഈ വഴിപാടുകൾ നമ്മൾ നടത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വഴിപാട് തലേന്ന് എഴുതുവാൻ സാധിക്കാത്തവർക്ക് നാളെ രാവിലെ എഴുതാവുന്നതാണ്. തിലഹോമം ഇന്ന് എഴുതിയവർക്ക് നാളെ രാവിലെ അതിൻ്റെ പ്രസാദം ലഭിക്കുന്നതാണെന്ന് നമുക്ക് ദിവസത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. വഴിപാട് നിരക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നന്ദി, നമസ്കാരം.